പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണേ. ആ മൂലയിൽ നിൽക്കുന്ന ബെൽ ഐക്കൺ ഒന്ന് ഞെക്കിപ്പോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. സുഹൃത്തുക്കളെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ള കൊല്ലങ്കോടാണ്. പാലക്കാട് ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് കൊല്ലങ്കോട്. ഇന്ത്യയിലെ തന്നെ 10 സ്ഥലങ്ങളിൽ ഏറ്റവും കണ്ടിരിക്കേണ്ട ഒരു ഗ്രാമാന്തരീക്ഷമുള്ള ഒരു സ്ഥലമാണ്. ഇതിന്റെ ഗ്രാമഭംഗി ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. ഇത് കണ്ടില്ലേ, എത്ര നല്ല പ്രകൃതിയാണ് ഇവിടെ. പക്ഷേ ഈ കൊല്ലങ്കോടിന്റെ ചരിത്രം എന്താണെന്നുള്ള ഒരുവിധ ആൾക്കാരും കേട്ടിട്ടുണ്ടാവില്ല. നമുക്കൊരു പുതിയൊരു കാഴ്ചകളുമായും ചരിത്രപരമായും നമുക്കൊന്ന് കാണാം. സനിൽ സാർ അല്ലേ? അതെ, ഓക്കെ. ഞാൻ ഒരു ഓൾ ഇന്ത്യ യാത്ര, ചരിത്രം തേടിയുള്ള യാത്രയിലാണ്. അപ്പൊ ഞാനിവിടെ നാട്ടിൽ നിന്നും ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു, സനിൽ സാർ ഉണ്ട് ഇവിടെ. സനിൽ സാറിന്റെ കൊല്ലങ്കോടിന്റെ ചരിത്രം ഒരുപാട് പറയാനുണ്ട്. എന്താണ് സാർ കൊല്ലങ്കോടിന്റെ ചരിത്രം? ഒരുപാട് ഇന്ത്യയിൽ തന്നെ 10 സ്ഥലങ്ങളിൽ ഏറ്റവും ബെസ്റ്റ് സ്ഥലമായിട്ട് തിരഞ്ഞെടുത്ത സ്ഥലമാണ് കൊല്ലങ്കോട്. എൻ്റെ ഈ സാറിന്റെ പിന്നിൽ നിൽക്കുന്ന തന്നെ ആ മലഞ്ചെരുവില്ലേ, പൊള്ളാച്ചി സൈഡാണ് ഇത്. കൊല്ലങ്കോട് ഭാഗം തന്നെയാണ്, അതിന്റെ തുടർച്ചയായിട്ടുള്ള കേരളം തന്നെയാണ് ഇല്ലേ? അപ്പോൾ നല്ല ഗ്രാമഭംഗി. ഞാൻ എൻ്റെ കുറെ കാലങ്ങളായിട്ട് ആഗ്രഹമുള്ള കൊല്ലങ്കോട് പോകണമെന്ന്. ഇന്ത്യയിലെ ഒരുവിധ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും കേരളത്തിൽ ഈ നല്ല ഗ്രാമഭംഗിയുള്ള സ്ഥലത്ത് ഫസ്റ്റ് ടൈമിലാണ്. എനിക്ക് തന്നെ വളരെ ഇഷ്ടമായി. ഇതിന്റെ ചരിത്രം എന്താണ്? കൊല്ലങ്കോടിന്റെ നമുക്കിപ്പോൾ അടുത്ത കാലത്തായിട്ട് അറിയപ്പെടുന്നത് ഏറ്റവും മനോഹരമായിട്ടുള്ള 10 സുന്ദര ഗ്രാമങ്ങളുടെ ഒന്നായിട്ട്, ഇന്ത്യയിലെ മനോഹര ഗ്രാമങ്ങളുടെ ഒന്നായിട്ട് കൊല്ലങ്കോടിനെ പ്രതീക്ഷിച്ചിട്ടുള്ളത്. പക്ഷേ കൊല്ലങ്കോടിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇപ്പം അടുത്ത കാലത്ത് നടത്തിയിട്ടുള്ള ഒരു ചരിത്ര അന്വേഷണത്തിലൂടെ ഒരു 10,000 വർഷത്തിന് അപ്പുറമുള്ള കാലഘട്ടത്തിൽ നിന്നും, എന്ന് പറഞ്ഞാൽ 10,000 BC അപ്പുറമുള്ള കാലഘട്ടം മുതൽ അടുത്ത കാലം വരെയുള്ള എല്ലാ ചരിത്ര തെളിവുകളും നമ്മൾ ഈ ഭാഗത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്, തെന്മല താഴ്വരയിൽ നിന്ന്. ഇത് പ്രാചീന രാജവംശത്തിൻ്റെ ആസ്ഥാനമായിട്ടുള്ള വെങ്കുണ്ടനാട് രാജവംശത്തിൻ്റെ ആസ്ഥാന കേന്ദ്രം എന്നുള്ളത് ചിലപ്പതികാരത്തിലും അതേപോലെ തന്നെ സ്കന്ദപുരാണത്തിലും മറ്റൊക്കെ പറയുന്നതാണ്. ഈ പ്രദേശങ്ങളിൽ ഞാൻ നടത്തിയിട്ടുള്ള ചരിത്ര അന്വേഷണത്തിലൂടെ അതിപ്രാചീന കാലഘട്ടം എന്ന് പറഞ്ഞാൽ 10,000 BC അപ്പുറവും അതിനിടയ്ക്കും ഉള്ള പ്രാചീന ശിലായുഗത്തിലെയും 4000 BCയും അതേപോലെ തന്നെ 10,000 BC വരെയുള്ള കാലഘട്ടത്തിലുള്ള മെസോലിത്തിക് കാലഘട്ടത്തിലെയും അതിന് പുറമെ നവീന ശിലായുഗത്തിലെ 4000 BC മുതൽ 1000 AD BC വരെയൊക്കെയാണ് നവീന ശിലായുഗം, നിയോലിത്തിക് കാലഘട്ടം. അതിൻ്റെ തെളിവുകളും പോസ്റ്റ് ഹോൾസ് എന്നുള്ള രീതിയിലും അതിന് പുറമെ ഈ മഹാശിലായുഗ കാലഘട്ടം 300 AD മുതൽ ഏകദേശം 300 BC വരെയുള്ള കാലഘട്ടത്തിൽ 1000 BC വരെയുള്ള കാലഘട്ടത്തിലുള്ള മഹാശിലായുഗ സ്മാരകങ്ങളുടെ 300ഓളം കല്ലറകളുടെയും അവശിഷ്ടങ്ങൾ ഈ പ്രദേശത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിന് പുറമെ പണ്ടത്തെ ദ്രവീഡിയൻ ആരാധനാ രീതിയായിട്ടുള്ള തുറസായിട്ടുള്ള, അവിടെ ചെങ്ങിഞ്ചിറ സ്ഥലങ്ങളും പറ്റിയൊക്കെ ഉണ്ട്, തുറസായിട്ടുള്ള ആരാധനാലയങ്ങൾ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. അതിന് പുറമെ ഈ പറയുന്ന മധ്യകാലഘട്ടത്തിൽ, ചരിത്ര കാലഘട്ടത്തിലെ തകർക്കപ്പെട്ട 70ഓളം ക്ഷേത്രങ്ങളുടെ അധിഷ്ഠാനങ്ങൾ, പ്രണാള, ലിഖിതങ്ങൾ, ശിലാരേഖ ചിത്രങ്ങൾ, റോക്ക് എൻഗ്രേവിങ്സ് എന്നൊക്കെ പണ്ട് പറയും. അതെല്ലാം തന്നെ ഈ പ്രദേശങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ പുരാവസ്ഥ ഒരു പ്രദേശത്ത് നിന്ന്, അതായത് ഭാരതപ്പുഴയുടെ പോഷക നദീതീരമായിട്ടുള്ള ഈ പറയുന്ന കൊല്ലങ്കോടിൻ്റെ ഭാഗങ്ങളിൽ നിന്ന്, തെന്മലയുടെ ഭാഗം നിന്ന് ഉത്ഭവിക്കുന്ന ഈ ഇതിൽ നിന്ന് മലനിരകളിൽ നിന്നുള്ള ഇതിൻ്റെ സംസ്കാരം നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് ഈ എല്ലാ പുരാവസ്തു തെളിവുകളുടെ വിശകലനം നമ്മൾ നടത്തിയപ്പോൾ ഇന്ത്യയിൽ തന്നെ ചുരുക്കം ചില പ്രദേശങ്ങളിലാണ് ഏതെങ്കിലും ഒരു പ്രദേശത്ത് നിന്ന് എല്ലാ പുരാവസ്തു തെളിവുകളും സമന്വയിച്ചിട്ടുള്ള പ്രദേശങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. അതിന് പുറമെ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുള്ള പുരാവസ്തു തെളിവുകൾ നമ്മൾ വിശകലനം ചെയ്തപ്പോൾ, അതായത് തമിഴ് ക്ലാസിക്കൽ കൃതികളായിട്ടുള്ള സംഘകാല കൃതികൾ, അതേപോലെ തന്നെ സംഘകാലാന്ത കൃതികൾ, അകനാന്നൂറ്, പുറനാന്നൂറ്, മണിമേഖല, ചിലപ്പതികാരം തുടങ്ങിയിട്ടുള്ള കൃതികളും പറ്റിയൊക്കെയാണ്. ഇതിൻ്റെ ഭൂമിശാസ്ത്ര വിശകലനം മറ്റൊക്കെ നടത്തുന്ന സമയത്ത് ചേര കാലഘട്ടത്തെക്കുറിച്ചിട്ടുള്ള കണ്ടെത്തലുകളിൽ ചേരകാലഘട്ടത്തിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് അത് കൊടുങ്ങല്ലൂർ ഭാഗത്താണെന്ന് പണ്ട് ചരിത്രകാരന്മാർ പറഞ്ഞിട്ടുണ്ട്. അല്ല, കരൂരിൻ്റെ ഭാഗത്താണെന്ന് തമിഴ്നാട്ടിലെ ചരിത്രകാരന്മാർ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇളംകുളം ശ്രീധരൻ കുഞ്ഞമ്പിള്ള സാറും അതേപോലെ തന്നെ അതിനെ ചുവട് പിടിച്ചുകൊണ്ട് ശ്രീധരമേനോൻ സാറും
കേരളത്തിന്റെ ആധികാരികമായിട്ടുള്ള ചരിത്രം രചിച്ചിട്ടുള്ളവരൊക്കെ. പക്ഷെ ഇതിന് രണ്ടിനും ഇടയ്ക്ക് എവിടെയാണ് അതിന്റെ സ്ഥാനം എന്നുള്ളത് നമ്മുടെ നിലവിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചരിത്ര പുസ്തകങ്ങളിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് ഈ ചരിത്ര പ്രസക്തി ഇതായിട്ട് വരുന്നത്. ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുള്ള ചരിത്ര തെളിവുകൾ, ഭൂമിശാസ്ത്ര വിശകലനങ്ങൾ സംഘകാല അന്തർകളെ ബേസ് ചെയ്ത് നടത്തുന്ന സമയത്ത് പ്രാചീന പുറയനാടിന്റെയും ശിലാകേന്ദ്രം ഈ പ്രദേശങ്ങളിലാണെന്ന് നമുക്ക് സ്ഥാപിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ വഞ്ചിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഭൂമിശാസ്ത്ര വിശകലനങ്ങളും മലനിരകളെക്കുറിച്ചിട്ടും മറ്റുമൊക്കെ ഉള്ളതൊക്കെ ഉണ്ട്. അതിൻ്റെ ആസ്ഥാനങ്ങൾ മലയാളം കൊല്ലവർഷം ആരംഭത്തെക്കുറിച്ചുള്ള പുതിയ തിയറികളും മറ്റൊക്കെ ഈ പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത് വരുന്നുണ്ട്. അതേപോലെ തന്നെ നിരവധി ചരിത്ര അതായത് ജ്യോതിശാസ്ത്ര പണ്ഡിതന്മാരും ആര്യഭടനടക്കമുള്ള ജ്യോതിശാസ്ത്ര പണ്ഡിതന്മാരും മറ്റുമൊക്കെ ഉള്ള പ്രദേശം ആയിരുന്നു ഭാരതപ്പുഴയുടെ തീരങ്ങളും പാലക്കാടിൻ്റെ തീരങ്ങളും. ഇപ്പം മലപ്പുറത്തിൻ്റെ ഭാഗങ്ങളായിട്ട് വിഭജിച്ച് പോയിട്ടുണ്ടെങ്കിലും അപ്പോൾ ഇതൊക്കെ നമ്മൾ വിശകലനം ചെയ്യുന്ന സമയത്ത് മലയാളം കൊല്ലവർഷ ആരംഭത്തിനകത്ത് ഈ ജ്യോതിശാസ്ത്ര പണ്ഡിതന്മാരുടെയും ഗണിതശാസ്ത്രജ്ഞരുടെയും പറ്റിയൊക്കെ പങ്കുകൾ, ഇതിനെക്കുറിച്ചിട്ടൊക്കെ വളരെ വിശദമായിട്ടുള്ള ഒരു കണ്ടെത്തലുകളാണ് നടത്തിയിട്ടുള്ളത്. ഇതിലൂടെ കേരളത്തിൻ്റെ നിലവിലുള്ള പ്രാചീന ചരിത്രത്തെ തിരുത്തി കുറിക്കുന്ന തെളിവുകൾ ഇതുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ മൈസൂർ സർവകലാശാലയിൽ ഗവേഷണ പ്രബന്ധമുണ്ട്. സംസ്ഥാന പുരാവസ്തു വകുപ്പിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അവർ 2 പ്രാവശ്യം വന്ന് ഇവിടെ വന്ന് ഉദ്ഘാടനം നടത്തി. പല തെളിവുകളും ചരിത്ര കണ്ടെത്തലുകളും മറ്റുമൊക്കെ ഈ പ്രദേശത്ത് നിന്ന് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഈ ഓഗസ്റ്റ് 2025 ഓഗസ്റ്റ് 18-ാം തീയതി ഇവിടുത്തെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനമാക്കിയിട്ട് ഒരു ബൃഹത്തായൊരു ഗ്രന്ഥം, ഒരു 672 പേജ് വരുന്ന കേരളത്തിന്റെ ആദ്യമേ ചരിത്രം പാലക്കാടൻ ഭൂമികയിലൂടെ എന്നുള്ള ചരിത്ര ഗ്രന്ഥം പ്രകാശനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രമുഖ ഇന്ത്യയിലെ തന്നെ പ്രമുഖ ചരിത്രകാരനായിട്ടുള്ള ശ്രീ KK മുഹമ്മദ് സാർ, മുൻ ആർക്കിയോളജി ഡയറക്ടറായിട്ടുള്ള KK മുഹമ്മദ് സാറാണ് അത് പ്രകാശന കർമ്മം നിർവഹിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഇന്ത്യയിലെയും അതേപോലെ തന്നെ ദക്ഷിണേന്ത്യയിലെയും മറ്റൊക്കെ ഏറ്റവും വലിയ ചരിത്രകാരന്മാരായിട്ടുള്ള തഞ്ചാവൂർ യൂണിവേഴ്സിറ്റിയിലുള്ള ചരിത്ര ഗവേഷകരായിട്ടുള്ള ഡോക്ടർ ശെൽവകുമാർ, അതേപോലെ തന്നെ മറ്റുള്ള ജെനി പീറ്റർ, പിന്നെ കാലടി യൂണിവേഴ്സിറ്റിയിലുള്ള വൈസ് ചാൻസലർ ആയിട്ടുള്ള ശ്രീ ഡോക്ടർ ഗീതാകുമാരി ടീച്ചർ, അങ്ങനെയുള്ള നിരവധി ചരിത്ര ഗവേഷകരും പണ്ഡിതന്മാരും അതേപോലെ തന്നെ ചരിത്ര വിദ്യാർത്ഥികളും അടങ്ങുന്ന ഒരു സാഹസിൽ വെച്ച് ഇതിൻ്റെ പ്രകാശന കർമ്മവും മറ്റുമൊക്കെ നിർവഹിച്ചിട്ടുണ്ട്. ഇതിലൂടെ നമുക്ക് നിലവിലുള്ള കേരള ചരിത്രത്തെ തിരുത്തി കുറിക്കുന്ന പല സിദ്ധാന്തങ്ങളും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളതിൻ്റെ മർമ്മപ്രധാനമായിട്ടുള്ള സ്ഥാനം ഈ കൊല്ലങ്കോട് കേന്ദ്രീകരിച്ച ആണ്. ഒരു ആദ്യകാലത്ത് വലിയൊരു സംസ്കാരം ഇവിടെ നിലനിന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് അവ ടിപ്പു സുൽത്താന്റെ ആക്രമണത്തിലൂടെയും മറ്റൊക്കെ പരിപൂർണമായിട്ടും തകർക്കപ്പെട്ടതിന് ശേഷം കുറെ കാലം ഒന്നുമില്ല, ഒരു ഗോസ്റ്റ് ടൗൺ, പ്രേത നഗരം എന്നാണ് അതിന് പറയുക. ഒരു കാലത്ത് സംസ്കാരം നിലനിന്നിരുന്നു, പിന്നീട് ഉപേക്ഷിക്കപ്പെട്ട നഗരമായിട്ട് മാറി. അപ്പോൾ അതിനെയാണ് വീണ്ടും നമ്മൾ ഈ പുരാവസ്തു കണ്ടെത്തലുകളിലൂടെ ഞാൻ നടത്തിയിട്ടുള്ള ചരിത്ര അന്വേഷണത്തിലൂടെ ഒരു സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് എത്തിയിട്ടുള്ളത്. ദാനഭൂമി എന്നാണ് അറിയപ്പെടുന്നത്, ദാനഭൂമി. അപ്പൊ ഇവിടെ അതായത് അതിൽ ഒരു പ്രത്യേക ചരിത്രമുണ്ട്. പ്രധാനമായിട്ടും ഇവിടെ ഈ അപ്പുറത്ത് കാണപ്പെടുന്ന ഒരു ക്ഷേത്രമുണ്ട്, വിരുത്തി മുനീശ്വരൻ കാവ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ അതിനകത്ത് ശിവന്റെ പ്രതിഷ്ഠയുണ്ട്. രേബ്യമുനി എന്നുള്ള ഒരു 2000 വർഷം വരെ പിറകിലേക്ക് പോകുന്ന ഒരു വലിയൊരു ശില്പത്തിന്റെ പ്രതിഷ്ഠയും ഇവിടെയുണ്ട്. അപ്പോൾ ഇതൊരു കാലഘട്ടത്തിൽ വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഋഷീശ്വരന്മാരും മറ്റൊക്കെ തപസ്സും മറ്റൊക്കെ രക്ഷിച്ചിട്ടുള്ള അപ്പുറത്തൊരു ചാത്തിയോട് പറ എന്നുള്ള സ്ഥലമുണ്ട്. ഇതെല്ലാമാണ്. ഈ വിരുത്തിയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രദേശത്തിൽ നേരത്തെ വെങ്കുണ്ട രാജ 13-ാം നൂറ്റാണ്ടിൻ്റെ ഒരു കാലഘട്ടത്തിൽ വെങ്കുണ്ട നാട് എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്ന സമയത്ത് ഈ നാട്ടിൽ ഒന്ന് വിറപ്പിച്ചിരുന്ന ഒരു പുലി പുറമേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊരു ഗുഹയ്ക്കകത്താണ് അത് താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അത് വലിയ ശല്യം ചെയ്തപ്പോൾ അതിനെ കൊല്ലുകയോ പിടിച്ചുകൊണ്ടുവരികയോ ചെയ്യുന്നവർക്ക് ഒരു പാരിതോഷികം അന്നത്തെ രാജാവ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ സൈന്യാധിപനായിട്ടുള്ള പുലികുത്തി മന്നാടിയാർ എന്നുള്ള വ്യക്തിയാണ്. അദ്ദേഹം ആ കുശവൻകോട് പാറക്കകത്തുള്ള ഗുഹയുണ്ട്, ആ ഗുഹയ്ക്കുള്ളിൽ നിന്ന് പുലിയെ ജീവനോടെ കയറുകൊണ്ട് പിടിച്ചുകൊണ്ട് വന്നു എന്നുള്ളതാണ് ഈ വാമൊഴികളിലൂടെ പറയുന്നതായിട്ട്. എന്നിട്ട് അദ്ദേഹത്തിന് അതിൻ്റെ പാരിതോഷികമായിട്ട് രാജാവ് ഒരു പനയുടെ മുകളിൽ നിന്ന് നോക്കിയാൽ കാണുന്ന അത്രയും പ്രദേശങ്ങൾ ദാനമായിട്ട് ആ കുടുംബത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിരുത്തി എന്നുള്ള ദാനഭൂമി എന്നുള്ളൊരു പദം വന്നത് ഈ രീതിയിലും പറ്റുകയാണ്. അദ്ദേഹത്തിൻ്റെ സ്മരണക്കായിട്ടാണ് അത് ഈ പുലികുത്തി മന്നാടിയാർ എന്ന് പറഞ്ഞാൽ പുലിയെ ജീവനോടെ പിടിച്ചുകൊണ്ടുവന്ന എന്നുള്ള അർത്ഥമാണ് അത് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ സ്മാരകമായിട്ട് ഈ പറയുന്ന പുലികുത്തി മന്നാടിയാരുടെ ഒരു വീരക്കല്ല്, ഹീറോ സ്റ്റോണ് തൊട്ടപ്പുറത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലായിട്ട് ഇതിനകത്ത് 2000 വർഷം വരെ പഴക്കമുള്ള
ഒരു ജൈന ബുദ്ധ പ്രതീകങ്ങളായിട്ടുള്ള രേബിമുനി തപസ്സനിഷ്ഠോ എന്ന് കശ്യപക്ഷാത്ര മഹാത്മത്തിലും മറ്റും പറയുന്ന ഒരു വലിയൊരു പ്രതിഷ്ഠയുണ്ട്. അതേപോലെ തന്നെ ഇതെല്ലാം ഇപ്പോൾ ഇതേ രീതിയിൽ ഈ പ്രദേശങ്ങളിൽ ഒരു 60-70ഓളം താർക്കപ്പെട്ട ക്ഷേത്രങ്ങളും അതേപോലെ തന്നെ ക്ഷേത്രാധിഷ്ഠാനങ്ങളും പ്രദേശങ്ങളും മറ്റുമൊക്കെ എൻ്റെ ചരിത്ര അന്വേഷണത്തിലൂടെ കണ്ടെത്തുകയും മറ്റും ചെയ്തിട്ടുണ്ട്. അതിലൂടെയാണ് നമ്മൾ ഈ ഓരോന്നിൻ്റെയും സ്ഥലനാമങ്ങളിലൂടെയും ഈ ശില്പത്തിൻ്റെയും പാറപ്രദേശങ്ങളും മറ്റൊക്കെയുള്ള ശിലാലിഖിതങ്ങളുടെയും റോക്ക് എൻഗ്രേവിങ്സ് അതേപോലെ തന്നെ ലിഖിതങ്ങളിലൂടെയും മറ്റുമൊക്കെ നമ്മൾ ഈ പ്രദേശത്തിൻ്റെ ചരിത്രം അനാവരണം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ സാറ് പറഞ്ഞില്ലേ മറ്റേ ഇതിന്റെ ഈ വിരുദ്ധി എന്ന് പറയുന്നത്, വിരുദ്ധി എന്ന് പറയുന്നത് ദാനം കിട്ടുന്നതാണ്. ശരിക്കും ഇതിനൊരു പേരുണ്ടാവില്ല, ഈ ഇത് ചിറ ആണോ എന്താണെന്നുള്ള സാറേ ഇതിന്റെ ഒന്ന് വിശദീകരിച്ച് പറയാൻ പറ്റുമോ? ഇത് മണികുണ്ടം താമരക്കുളം എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. മണികുണ്ടം എന്ന് പറഞ്ഞാൽ മറ്റേ താമരക്കുളം എന്നുള്ളതിലൊക്കെയാണ്. ഒരു കാലഘട്ടത്തിൽ ഈ പറയുന്ന പ്രദേശങ്ങളിൽ സംഘകാല കൃതികളിലും ചിലപ്പതികാരം മണിമേഖലയിലും മറ്റുമൊക്കെ പറയുന്നുണ്ട് ഈ പ്രദേശം നിരവധി താമരക്കുളങ്ങളും മറ്റൊക്കെ കൊണ്ട് നിറഞ്ഞിട്ടുള്ള പ്രദേശങ്ങളായിരുന്നു എന്നുള്ളത്. ഇത് വലിയ മുനീശ്വരന്മാരും മറ്റൊക്കെ തപസ്സരിച്ചിട്ടുള്ള കേന്ദ്രങ്ങളാണ്. ഈ താമരകളും മറ്റൊക്കെ അടുത്ത കാലത്താണ് മറ്റ് ആവശ്യങ്ങൾക്കായിട്ട് അത് മാറ്റി ഇതായിട്ടായിരുന്നത്. മണികുണ്ടം കുളം എന്നുള്ള പേരിലാണ്, മുനികുണ്ടം കുളം എന്നുള്ള പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ഇത്തരത്തിലുള്ള നിരവധി പ്രാചീന ക്ഷേത്രങ്ങളും അതേപോലെ തന്നെ താമരക്കുളങ്ങളും മറ്റൊക്കെ കൊണ്ട് നിറഞ്ഞിട്ടുള്ള പ്രദേശങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങളിൽ സംഘകാലാന്ത കൃതികളായിട്ടുള്ള മണിമേഖലയിൽ ചിലപ്പതികാരത്തിലൊക്കെ പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ ഭൂമിശാസ്ത്രമായിട്ടുള്ള വിശകലനം നോക്കുന്ന സമയത്ത് അത് ചേരനാടുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് തന്നെയാണ്. അതെല്ലാം ഈ പ്രദേശങ്ങളിലാണ് കേന്ദ്രീകരിച്ചിട്ടുള്ളതെന്നും മറ്റ് പ്രദേശങ്ങളിലാണ് എന്ന് പറയുന്ന പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള ഭൂമിശാസ്ത്ര പശ്ചാത്തലങ്ങൾ ഇല്ലാത്തത് കാരണം ഇവിടെയൊക്കെ പ്രസക്തി വളരെ കൂടുതൽ തന്നെയാണ്. ഒരു കാലത്ത് നല്ലൊരു സംസ്കാരം നിലനിന്നിരുന്ന ഒരു പ്രദേശം പിന്നീട് ഉപേക്ഷിക്കപ്പെട്ട പ്രദേശമായിട്ട് മാറി. വീണ്ടും പക്ഷേ എങ്കിലും അവയുടെ ചരിത്രത്തിൽ ഒത്തിരി ശേഷിപ്പുകൾ ഇപ്പോഴും പല രൂപത്തിൽ പല ഭാഗങ്ങളായിട്ടും കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് പ്രത്യേകതകൾ. അപ്പോൾ അവിടെ തന്നെ വീരക്കല്ലുണ്ട്, മുനീശ്വരൻ്റെ പ്രതിഷ്ഠകളുണ്ട്, അതേപോലെ തന്നെ ഉള്ളിലും മറ്റുമൊക്കെ നല്ല ഈ പാണ്ഡ്യ നാടിൻ്റെയും ചോളനാടിൻ്റെയും മറ്റുമൊക്കെ ചില ശില്പങ്ങളുടെ രൂപങ്ങളും മറ്റുമൊക്കെ നമുക്കവിടെ കാണാനായിട്ട് കഴിയും. അങ്ങനെ ഓരോ പ്രദേശത്തിലും ഈ പ്രദേശങ്ങളുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് വിന്യസിച്ചെടുക്കുന്ന ഇത്ര ചരിത്ര ശേഷിപ്പുകളെയാണ് നമ്മൾ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു പുതിയ ചരിത്ര നിർമ്മിതി പുരാവസ്തു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ നടത്തിയിട്ടുള്ളത്. സാറിന് ഇപ്പോൾ ഒരു ചരിത്ര ബുക്ക് കിട്ടിയിട്ടുണ്ട്, കേരളത്തിന്റെ ആദിമ ചരിത്രം പാലക്കാടൻ ഭൂമിയിലൂടെ. കേരളത്തിന്റെ ആദിമ ചരിത്രം പാലക്കാടൻ ഭൂമിയിലൂടെ. എന്താണ് ഈ പാലക്കാടൻ ഭൂമിയിലൂടെ എന്ന് പറയുമ്പോൾ? പാലക്കാട് ജില്ലേന്റെ മൊത്തത്തിലുണ്ടോ അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു ചെറിയ ഭാഗങ്ങളുണ്ടോ അതിൽ? അതായത് തീർച്ചയായിട്ടും, കാരണം ഈ കേരളത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് നമ്മൾ ഈ സംഘകാല കൃതികളും മറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചേരനാട് ഇന്നത്തെ ഭാരതപ്പുഴ പണ്ട് കാലത്ത് ചുള്ളിയം പേരാർ എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ചുള്ളിയം പേരാറും അതായത് ചുള്ളിയം പേരാർ എന്നും പെരിയാർ എന്നുള്ള രണ്ട് നദികളാണ് സംഘകാല കൃതികളിൽ പ്രധാനമായിട്ടും പറയുന്നത്. ഇത് രണ്ടും ആദ്യകാലത്ത് ചരിത്രകാരന്മാർ പറഞ്ഞിട്ടായിരുന്നത് ഈ നമ്മളെ പെരിയാർ, അതായത് എറണാകുളം ജില്ലയിലുള്ള പെരിയാർ നദിയാണ് ഇത് രണ്ടും എന്നാണ് പറയുന്നുണ്ടായിരുന്നത്, മുസ്ലിംസിന്റെ തീരത്തുള്ള ഇതായിട്ട്. പക്ഷേ ഇപ്പൊ നമ്മൾ ചരിത്ര കണ്ടെത്തലുകളിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ചുള്ളിയും പേരാറും അതേപോലെ തന്നെ മറ്റേ ഈ പെരിയാർ റിവറും രണ്ടാണ്. കാരണം രണ്ട് നദികളെ കുറിച്ച് പ്രത്യേകം പറയുന്നുണ്ട്. ചുള്ളിയും പെരിയാർ എന്ന് പറയുന്നത് ഭാരതപ്പുഴയുടെ ഇതാണ്. അപ്പൊ ഈ ഭാരതപ്പുഴയുടെ തീരത്ത് ഇത് ഈ ആനമലയിൽ നിന്നാണ് ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത്. അത് രണ്ട് പ്രധാനപ്പെട്ടതാണ്. ഒന്ന് ഗായത്രിപ്പുഴ എന്നുള്ളതിലും അതേപോലെ തന്നെ അമരാവതി ചിറ്റൂർപ്പുഴ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന അമരാവതി പുഴ എന്നുള്ളതും അതുകൂടി പിന്നീട് കൂടിച്ചേർന്ന് പിന്നെ മലമ്പുഴ ഭാഗത്തുള്ള നദികളൊക്കെ കൂടിച്ചേർന്ന് ഒഴുകി പിന്നീട് അത് നേരത്തേക്ക് ഇപ്പോഴാണ് മലപ്പുറം ജില്ലയും മറ്റൊക്കെ രൂപപ്പെട്ടിട്ടുണ്ടായത്. അപ്പൊ കേരളത്തിന് മറ്റേ പാലക്കാട് ജില്ലയുടെ ശിലാകേന്ദ്രത്തിലൂടെ ഒഴുകിക്കഴിഞ്ഞ ശേഷം പൊന്നാട് ഭാഗത്തു നിന്നാണ് അത് ചെന്ന് ചേരുന്നത്. അപ്പൊ ഈ പ്രദേശങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പണ്ട് കാലത്ത് ഈ ചേരനാടിന്റെ ശിലാകേന്ദ്രമായിട്ടുള്ള ഇത് സ്ഥാപിച്ചിട്ടുണ്ട്, മറ്റേ രാജവംശങ്ങളും മറ്റൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ കേരളത്തിലെ എല്ലാ ആക്രമണങ്ങളും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചോളന്മാരുടെയും ചാലൂക്യന്മാരുടെയും പല്ലവന്മാരുടെയും നോക്കിക്കഴിഞ്ഞാൽ പാലക്കാട് ചുരം വഴിയാണ് കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ ഈ സംഘകാല കൃതികളിലും മറ്റൊക്കെ പറയുന്ന അകനാന്നൂറ്, പുറനാന്നൂറ്, മണിമേഖല എന്നൊക്കെ പറയുന്ന കൃതികളിലും മറ്റൊക്കെ പറയുന്ന ചതുരംഗപ്പട, അതായത് ചതുരംഗപ്പടയിലെ കുതിരപ്പട, കാലാൽപ്പട,
ആനകള് പേര് ഇതൊക്കെ ഉള്ളതാണ്. ഇതെല്ലാം വിന്യസിക്കാൻ പറ്റിയിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള ഭൂപ്രദേശമുള്ളത് ചേരനാട്ടിലെ പാലക്കാട് മാത്രമാണെന്ന് ചരിത്രകാരന്മാരെ സ്ഥാപിക്കപ്പെട്ടതാണ്. പിന്നെ ഇപ്പോഴത്തുള്ള കേരളത്തിനകത്ത് തിരുവനന്തപുരം ഭാഗത്താണെങ്കിലും തിരുവനന്തപുരം അന്ന് ചേരനാടിന്റെ ഭാഗമായിരുന്നില്ല. അത് രാജവംശത്തിന്റെ വേറൊരു രാജവംശത്തിന്റെ പ്രതിക്കകത്തായിരുന്നു തിരുവനന്തപുരവും കന്യാകുമാരി ഭാഗങ്ങളും മറ്റുമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ ചേരനാടുമായിട്ട് ബന്ധപ്പെട്ടുള്ളതിനകത്ത് ഈ നമ്മുടെ മലബാർ അടക്കമുള്ള ഭാഗങ്ങൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ വയനാട് ഭാഗങ്ങളുണ്ട്, തൃശ്ശൂര്, എറണാകുളം ഭാഗങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ആ പരിധിക്കകത്താണ് ചേരനാടിലേക്കുള്ളത്. അപ്പം അവിടെയുള്ള പ്രധാനപ്പെട്ടുള്ള ഈ നദീതീരങ്ങളിൽ ഈ ചുള്ളിയം പേരാർ എന്നുള്ള നദീതീരം, അത് ചുള്ളിയം പേരാറാണ് ഈ പറയുന്ന പുരാണങ്ങളല്ല ഈ പ്രാചീന ഗ്രന്ഥങ്ങളിൽ പറയുന്ന ഇത് എന്ന് സ്ഥാപിക്കുകയും ആ പ്രദേശത്തിനോട് ചേർന്നിട്ടുള്ള ഭാഗങ്ങളിൽ ഇവയെല്ലാം തന്നെ ചരിത്ര കണ്ടെത്തലുകളും മറ്റൊക്കെ ഇതായിട്ടുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ഇത് വെറും ഈ കൊല്ലങ്കോടിൻ്റെ ഈ പ്രദേശത്തിന് മാത്രമുള്ളതല്ല. ഈ മലനിരകളെ വെങ്കടമല എന്നും കൊല്ലിമല എന്നുള്ള പേരിലൊക്കെയാണ് കൊല്ലിമല എന്നുള്ളതും പിന്നെ അങ്ങനെയൊക്കെയാണ്. അപ്പൊ പിന്നീട് കൊല്ലം എന്ന് പറഞ്ഞ രാജധാനിയാണ് സംസ്കൃതത്തിന്റെ പദങ്ങളായിട്ട്. അത് കൊല്ലൻ ഉള്ള അർത്ഥത്തിൽ രാജധാനി കോട് എന്ന് പറഞ്ഞ സെന്റർ. അപ്പൊ രാജധാനി നിലനിന്നിരുന്ന പ്രദേശം എന്നുള്ളതൊക്കെയാണ്. നമുക്ക് ഈ പ്രദേശത്തിന്റെ ചുരുക്കം ചില ചരിത്രം മാത്രമേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ. 13-ാം നൂറ്റാണ്ടിന് ശേഷമുള്ള നമ്മുടെ വംശത്തെക്കുറിച്ചുള്ള ചരിത്രം മാത്രമാണ് നിലവിൽ ചരിത്ര കണ്ടെത്തലുകളിലൂടെ 12-ാം നൂറ്റാണ്ടിന് മുമ്പുള്ള ചരിത്രത്തിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് അത് പ്രാചീന ചേരവംശവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ടുള്ള സ്ഥിരീകരണം ഈ കൊല്ലംകോട് കേന്ദ്രീകരിച്ചാണ് എന്നുള്ളത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ചാത്തിയോടുപ്പാറ എന്നുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ ഇങ്ങനെ നിരവധി സ്ഥലങ്ങളുണ്ട്. ഈ ചാത്തിയോടുപ്പാറയുടെ മുകൾ ഭാഗത്ത് പോസ്റ്റ് ഹോൾസിൻ്റെ ഇതുണ്ട്. അപ്പുറത്തൊരു ദേവിയുടെ പ്രതിഷ്ഠകളും മറ്റുമൊക്കെ ഉള്ള തുറസായിട്ടുള്ള ആരാധനകളും മറ്റുമൊക്കെ ഉണ്ട്. ഈ പറയുന്ന അതായത് ഈ പ്രദേശങ്ങളിൽ ഒരു ഇത്തരത്തിലുള്ളൊരു 10-20ഓളം പാറകളുടെ കേന്ദ്രങ്ങൾ നമ്മളിവിടെ കാണാൻ കഴിയും. ഇതൊക്കെ ഇവിടെ ചാത്തിയോടുപ്പാറ എന്നുള്ള പേരിലും പൊറൈ എന്നുള്ള, അതായത് പൊറ എന്ന് പറഞ്ഞാൽ പാറ എന്നുള്ളതാണ് അർത്ഥം വരുന്നത്. കൊശവൻകോട്ടുപറ, മാട്ടാമാട്ടിപ്പുറ എന്നൊക്കെ പറയുന്ന നിരവധി പുറകളും മറ്റൊക്കെ ഉണ്ട്. ഈ പറയുന്ന പാറപ്രദേശങ്ങളുടെ മുകൾ ഭാഗത്ത് നിന്ന് ഈ പറയുന്ന വിവിധ പാറപ്രദേശത്തിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് പ്രാചീന ശിലായുഗത്തിലുള്ള മെസോലിത്തിക് കാലഘട്ടത്തിലുള്ള മൈക്രോലിത്തുകളുടെ അവശേഷങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പോസ്റ്റ് ഹോളുകൾ, അതായത് നവീന ശിലായുഗത്തിലും അത് ചെറിയ കാലഘട്ടത്തിലും മറ്റൊക്കെയുള്ള കൽമണ്ഡപങ്ങളും മറ്റൊക്കെ സ്ഥാപിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഗുഹകളിൽ നിന്നൊക്കെ മനുഷ്യർ താമസം മാറ്റി പാറപ്രദേശത്തിൻ്റെ മുകൾ ഭാഗത്തും മറ്റൊക്കെ താമസിക്കുകയും പിന്നീട് കൃഷികളും മറ്റൊക്കെ സമീപത്തെ പ്രദേശങ്ങളിലൊക്കെ ചെയ്യുന്ന രീതി ഡെവലപ്പ് ചെയ്ത ആ കാലഘട്ടത്തിലുള്ള താമസിച്ചിട്ടുള്ള അത്തരത്തിലുള്ള അധിവാസങ്ങളുടെ തെളിവുകൾ കേരളത്തിൽ തന്നെ വരെ അവിടെ നിന്ന് കണ്ടെത്തിയിട്ടില്ല. ഈ പ്രദേശങ്ങളിൽ നിന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പൊറൈ എന്ന് പറയുന്നത് തമിഴ് പദമാണ്, പാറ എന്നുള്ളതാണ് അർത്ഥം. ഈ പൊറൈനാടായിരുന്നു 300 AD മുമ്പുള്ള കാലഘട്ടത്തിൽ ചരിത്രകാരന്മാരെ ചേരനാടിനെ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഈ പൊറൈനാടിൻ്റെ ആസ്ഥാനം ഈ പറയുന്ന പ്രദേശമാണെന്ന് സ്ഥാപിക്കുന്ന തെളിവുകൾ ഈ പറയുന്ന പ്രദേശങ്ങളിലുള്ള പാറകൾക്കൊക്കെ പാറ എന്നും അത് പിന്നീട് വന്ന മലയാളവൽക്കരണമാണ് പൊറൈ എന്നുള്ള പേരിൽ അറിയപ്പെടുമ്പോൾ അവിടെ നിന്ന് ഈ എല്ലാ ചരിത്ര തെളിവുകളും നമുക്ക് കണ്ടെത്താനും മറ്റൊക്കെ കഴിയുമ്പോൾ പൊറൈനാടിൻ്റെ ആസ്ഥാനം പൊതുവെ പാലക്കാടാണെന്ന് പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ സ്ഥിരാകേന്ദ്രം ഈ പ്രദേശത്താണ് എന്ന് സ്ഥാപിക്കുന്ന തെളിവുകളാണ് നമുക്ക് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടായിരുന്നത്. അപ്പോൾ മറ്റൊരു പ്രദേശത്തും കൊടുങ്ങല്ലൂരിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ ഈ കരൂരിൻ്റെ ഭാഗത്തോ ഇത്തരത്തിലുള്ളത് കാണാനായിട്ട് കഴിയുന്നില്ല. അതേപോലെ തന്നെയാണ് വഞ്ചി ആയിട്ടുള്ള, പിന്നീട് 3-ാം നൂറ്റാണ്ട് AD ശേഷമാണ് വഞ്ചി എന്നുള്ള പ്രയോഗവും മറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അതിനെയും അതിനകത്ത് പറയുന്ന കൽമണ്ഡപങ്ങളെ കുറിച്ചിട്ടും ഈ മലനിരകളെ കുറിച്ചിട്ടും വെള്ളച്ചാട്ടങ്ങളെ കുറിച്ചിട്ടും മറ്റൊക്കെ പറയുന്നുണ്ട്. അതും ഈ പ്രദേശത്ത് തന്നെയാണ് നമുക്ക് കൂടുതലായിട്ട് കാണാനായിട്ട് കഴിയുന്നത്. പോസ്റ്റ് ഹോൾസിൻ്റെയൊക്കെ ചില തെളിവുകൾ ഇവിടെയുണ്ട്. നിരവധി അതൊക്കെ ഞാൻ ചരിത്ര അന്വേഷണത്തിലൂടെ ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടുള്ളത് തന്നെയാണ്. ഇതൊക്കെ ചിലതൊക്കെ പോയിട്ടുണ്ട്, മറിഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന ഇതെല്ലാം തന്നെ ഈ ആദ്യകാലത്ത് ഉള്ള ആരാധനാലയത്തിൻ്റെയും പിന്നെ അതിന് മുമ്പുള്ള തൂണുകളും മറ്റൊക്കെ നാട്ടി സ്ഥാപിക്കുന്നതൊക്കെയാണ്. ഇപ്പോൾ അത് പലതൊക്കെ അങ്ങനെ അപ്പുറത്തും ആ ഭാഗത്തും മറ്റൊക്കെ ഉണ്ട്. ഇതൊക്കെ ഹിന്ദു പത്രത്തിലെ നാഷണൽ എഡീഷനകത്ത് വന്നിട്ടുള്ള ഒരിതാണ്. നവീന ശിലായുഗത്തിലും അതേപോലെ തന്നെ അതിന് ശേഷമുള്ള കാലഘട്ടത്തിലും മറ്റൊക്കെയുള്ള മണ്ഡപങ്ങളുടെ ഇത്തരത്തിലുള്ള പാറപ്രദേശങ്ങളിലെ തൂണുകളും മറ്റുമൊക്കെ നാട്ടി ആരാധനാലയങ്ങളും അതിനു മുമ്പ് അധിവാസ കേന്ദ്രങ്ങളും മറ്റുമൊക്കെ സ്ഥാപിച്ചു എന്നുള്ളതിൻ്റെ തെളിവുകൾ
നമ്മൾ ധാരാളമായിട്ട് ഈ പ്രദേശങ്ങളിൽ നിന്ന് മറ്റൊക്കെ അതായിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഗുഹാസങ്കേതങ്ങളിലായിരുന്നു താമസിച്ചിട്ടായിരുന്നെങ്കിൽ മലനിരകളോട് ചേർന്നിട്ടുള്ള ഗുഹകളുടെ ഭാഗത്തുനിന്ന് താമസിച്ചതിന് ശേഷം കൃഷി വികസിച്ച സമയത്ത് അതായത് ഈ പ്രദേശങ്ങൾക്കൊക്കെ മരുതി ഇതൊക്കെ സംഘകാലഗതികളിൽ പറയുന്ന പ്രദേശങ്ങളും മറ്റുമൊക്കെയാണ്. അപ്പം ആ മലനിരകളോട് ചേർന്ന് കിടക്കുന്ന പാറപ്രദേശങ്ങളിൽ ആൾക്കാർ അവര് തൂണുകളും മറ്റുമൊക്കെ നാട്ടി മരത്തിൻ്റെയോ കല്ലിൻ്റെയോ തൂണുകളും മറ്റുമൊക്കെ നാട്ടിയിട്ട് ഷെൽട്ടർ എന്നുള്ള രീതിയിലാണ് അവർ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ തെളിവുകൾ മറ്റൊരു ഭാഗത്തും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രദേശത്ത് ഈ ബെൽറ്റില്, അതായത് ഈ മലനിരകളോട് ചേർന്നിട്ടുള്ള ഒരു 8-10 കിലോമീറ്ററിന്റെ പരിധിക്കകത്ത് ഇത്തരത്തിലുള്ള നിരവധി പൊറയനാട് എന്ന് പറഞ്ഞ പാറ എന്നുള്ളതാണ്. പൊറയനാടാണ് ചേരനാട് ആദ്യം കാലത്ത് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അത് ഈ ഭാഗത്ത് തന്നെയാണെന്ന് സ്ഥാപിക്കുന്ന തെളിവുകൾ നമുക്ക് ഈ പ്രദേശത്തിലൂടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ താമസിച്ചുകൊണ്ടും ആരാധനകളും മറ്റും നടത്തിക്കൊണ്ടും പിന്നെ അന്നൊക്കെ കോട്സും മറ്റുമൊക്കെ, അതായത് വെള്ളാരങ്കൽ ജീവിതത്തിലുള്ള ചില മറ്റുമൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ആയുധങ്ങളൊക്കെയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയുള്ള ചില ജീവിതങ്ങളും മറ്റുമൊക്കെ ആയിരുന്നു. പിന്നെ നെൽകൃഷി അപ്പുറത്തുള്ള പ്രദേശങ്ങളിലെ കുളങ്ങളുണ്ട്, അതേപോലെ തന്നെ പുഴകളുടെ ഭാഗങ്ങളും മറ്റൊക്കെ മലനിരകളിൽ മറ്റൊക്കെ ഉണ്ട്. അവിടെയൊക്കെ നല്ല രീതിയിലുള്ള കൃഷിയും മറ്റുമൊക്കെ ഡെവലപ്പ് ചെയ്ത് ആദിമ സംസ്കാരം പ്രധാനമായിട്ടും നെൽകൃഷിയെയും മറ്റുമൊക്കെ അടിസ്ഥാനമാക്കിയാണ് പ്രധാനമായിട്ടും വികസിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ആസ്ഥാന കേന്ദ്രം ഇവിടെയാണ് എന്ന് സ്ഥാപിക്കുന്ന ഇതുണ്ട്. ഇപ്പോൾ പാറപ്രദേശത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ പാലക്കാട് ഗ്യാപ്പിൻ്റെ മുഴുവൻ കാണാം. പാലക്കാടൻ പനകളെ കുറിച്ചിട്ടും അതേപോലെ തന്നെ വിവിധ സസ്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇപ്പോഴത് കൊയ്ത്ത് കഴിഞ്ഞിട്ടുള്ള സീസണാണ് ഈ സമയങ്ങൾ. നെൽപ്പാടങ്ങളും മറ്റുമൊക്കെ കൊയ്ത്ത് കഴിഞ്ഞ് അപ്പോൾ ജൂൺ മുതൽ ഏകദേശം ഒരു ഫെബ്രുവരിയുള്ള മാസം വരെയാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള പ്രദേശങ്ങൾ. അതിനകത്ത് ജൂണിൽ നെൽകൃഷിയും മറ്റുമൊക്കെ ഇറക്കിയതിന് ശേഷം ഇപ്പോൾ കൊയ്ത്ത് കഴിഞ്ഞ് വീണ്ടും അടുത്ത കൃഷി ഇറക്കുന്ന ഒരു സമയമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും കൃഷി ഇറക്കും. പിന്നെ ഫെബ്രുവരി വരെയും മറ്റുമൊക്കെ ഇത് ചെയ്യും. അപ്പോൾ പാലക്കാട് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ നെല്ലറയാണ്. ഏറ്റവും നല്ല അതായത് നെൽകൃഷി മറ്റുമൊക്കെ വികാസം പ്രാപിച്ച് ഇന്ന് നിലനിൽക്കുന്ന ചുരുക്കം ചില പ്രദേശങ്ങളിൽ ഒന്നാണ് ഈ മേഖലകൾ മറ്റുമൊക്കെ. ഇപ്പോൾ തനിമ നഷ്ടപ്പെടാതെ ഇവിടുത്തെ പാടങ്ങൾക്കും പ്രദേശങ്ങൾക്കും മറ്റുമൊക്കെ ഈ 10,000 വർഷത്തിന് ഇപ്പുറമുള്ള ചരിത്രങ്ങളും മറ്റുമൊക്കെ പറയാനുണ്ട്. അത് വലിയ കോട്ടം തട്ടാതെ ഇന്നും കാണപ്പെടുന്നു എന്നുള്ളതും ഇന്ന് നിലനിൽക്കുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ടുള്ളതാണ്. അപ്പോൾ പിന്നീട് കച്ചവട കേന്ദ്രങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ആദ്യകാല സംസ്കാരങ്ങൾ നദീതീരങ്ങളോട് ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നെൽകൃഷി ഇറക്കാൻ പറ്റിയ സ്ഥലങ്ങളിലാണ് ആദിമ സംസ്കാരങ്ങൾ വികാസം പ്രാപിച്ചിട്ടുള്ളത് എന്ന എല്ലാ ചരിത്ര പുസ്തകങ്ങളിലും മറ്റൊക്കെ നമ്മൾ പറയുന്നതാണ്. അത് ഈ പ്രദേശങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമാണ്. അപ്പോൾ കേരളത്തിലെ നെല്ലറിയായിട്ടുള്ള പാലക്കാട് തന്നെയാണ് എല്ലാ വിദേശ, അതായത് അന്നത്തെ ചവളന്മാരുടെയും ചാലൂക്യന്മാരുടെയും പല്ലവന്മാരുടെയും മറ്റൊക്കെ അധിവാസങ്ങളും മറ്റൊക്കെ ആക്രമണങ്ങളും മറ്റൊക്കെ നേരിട്ടുള്ളതും ഈ പ്രദേശങ്ങളോട് തന്നെയാണ്. അതെല്ലാം പാലക്കാട് ചുരം വഴിയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ പ്രദേശത്തിനോട് ചേർന്ന് തന്നെയാണ് വിവിധ സൈന്യങ്ങളെയും മറ്റൊക്കെ വിന്യസിക്കാനുള്ള, ചതുരംഗപ്പടിയെ വിന്യസിക്കുവാനുള്ള ഇത്. ഇപ്പോൾ ഇവിടുത്തെ സസ്യജാലങ്ങളും അതേപോലത്തെ ജന്തുജാലങ്ങളെ കുറിച്ച് പറയുന്നതിലും കൃഷിയെക്കുറിച്ച് പറയുന്നതിലും ഒക്കെ ആ കൃതികളിലും മറ്റൊക്കെ പണ്ട് പറയുന്ന കൃതികളെക്കുറിച്ച് പറയുന്നതിൻ്റെ ഭൂമിശാസ്ത്ര പശ്ചാത്തലം ഈ പ്രദേശത്താണ് എന്ന് സ്ഥാപിക്കുന്ന തെളിവുകളാണ് ഇത്തരത്തിലുള്ള പാറപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഈ പോസ്റ്റ് ഹോളുകളും അതേപോലെ തന്നെ അവയ്ക്കുള്ള സ്ഥലനാമങ്ങളുടെ പുറൈ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന പ്രദേശങ്ങളിലും അതിനോട് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ മരുതി തുടങ്ങിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ അന്ന് കാലത്തെ കഥകളിൽ പറയുന്ന പരാമർശിക്കുന്ന പ്രദേശങ്ങളും മറ്റുമൊക്കെയാണ്. അപ്പൊ സാറേ, ഈ കാണുന്നത് ഈ ഇതില്ലേ കുന്നുകള്, ഇതൊക്കെ നെല്ലിയാമ്പതി ആ ഭാഗങ്ങളാണോ? അതായത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാലക്കാട് ചുരം 32 കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന ബ്രഹ്മശില പ്രക്രിയയിലൂടെ രൂപപ്പെട്ടുള്ളതാണ്. അതിനകത്ത് തെക്കൻ ഭാഗത്തുള്ളതാണ് ഈ നെല്ലിയാമ്പതി. ഈ മലനിരകളാണ്, കൊല്ലങ്കോട് മലനിരയാണ്. ഇത് വേങ്കടമല എന്നുള്ള പേരിലും വിവിധ കാലത്തിൽ കൊല്ലിമല എന്നുള്ള പേരിലും അങ്ങനെ വിവിധ പെരുമഴമല എന്നുള്ള പേരിലും മറ്റുമൊക്കെ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നതാണ്. ഇതിൻ്റെ ഈ മലയുടെ അപ്പുറത്താണ് നെല്ലിയാമ്പതി ഇതുള്ളത്. നെല്ലിയാമ്പതിയുടെ ശരിക്കും നെല്ലിയാമ്പതി മലനിരകളിലൂടെ പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ടീ പ്ലാന്റേഷൻ മറ്റൊക്കെ വന്ന സമയത്ത് ഈ അവിടെ നിന്നുള്ള തേയിലകളും മറ്റൊക്കെ കൊണ്ടുവരാനായിട്ട് ഈ കൽപ്പടവളം മറ്റൊക്കെ ആയിട്ടുള്ള പ്രദേശങ്ങൾ ശരിക്കും ട്രക്കിംഗ് റൂട്ടായിട്ട് 2-3 മണിക്കൂർ കൊണ്ട് ഈ മലനിര കയറി പോകാൻ പറ്റും. അതേപോലെ തന്നെ ഈ മലയുടെ അപ്പുറത്തുള്ള പലകപ്പാണ്ടി ഇവിടെ 3 പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടമുണ്ട്. ഒന്ന് സീതാർകുണ്ട് വെള്ളച്ചാട്ടമാണ്, മഴക്കാലത്ത് നന്നായിട്ടത് കാണുന്നതാണ്. ഇവിടെ 100 എന്നുള്ളൊരു ഇതുണ്ട്. അവിടെ പലകപ്പാണ്ടി എന്നുള്ളൊരു വെള്ളച്ചാട്ടമുണ്ട്. അതിപ്പോൾ ഒഴുകുന്നുണ്ട്, പക്ഷേ ഈ ക്ലൈമറ്റ് ഇതായതുകൊണ്ട് ഇപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും. മഴക്കാലത്ത് നല്ല സീനറികളാണ്. വേറെ എവിടെയും നമുക്കൊരു പ്രദേശത്ത് നിന്ന് കഴിഞ്ഞ ഇത്തരത്തിലുള്ള വെള്ളച്ചാട്ടങ്ങൾ കാണാൻ കഴിയും. അതിൻ്റെ അപ്പുറത്ത് പറമ്പിമല, പറമ്പിക്കുളം ആണ്.
ആനമലയും പറമ്പിക്കുളവും മറ്റുമൊക്കെ. ഇതൊക്കെ സംഘകാല കൃതികളുടെ പറമ്പമല എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്ന പ്രദേശങ്ങളും മറ്റൊക്കെയാണ്. ഈ മലയുടെ ഇത് തെന്മലയുടെ ഭാഗത്തായിട്ടാണ് ഇത് എങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ടാണ് ആനമല എന്നുള്ള ഇത്. ആനമലയിൽ നിന്നാണ് ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത്. അവിടെ നിന്ന് ഉത്ഭവിച്ചിട്ട് ഒന്ന് ഗായത്രിപ്പുഴയായിട്ടും പിന്നെ ഗായത്രിപ്പുഴയുടെ പോഷക നദിയായിട്ടുള്ള മറ്റേ ഈ ഇഷുമതി പുഴയൊക്കെ ഉണ്ട്, സീതാർകുണ്ട് പുഴ എന്നുള്ള പേരിലൊക്കെയാണ്. ഇതൊക്കെ ഐതിഹ്യമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ളതൊക്കെയാണ്. ആനമല ഭാഗത്തും അപ്പുറത്തും മറ്റുമൊക്കെ നിരവധി താപസന്മാരെ തപസ്സനുഷ്ഠിച്ചിട്ടുള്ള പ്രദേശങ്ങളും മറ്റുമൊക്കെയാണ്. അപ്പോൾ അവിടെ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ള ഈ നദികൾ, അതേപോലെ തന്നെ അതിൻ്റെ അപ്പുറത്തുള്ള വടക്ക് ഭാഗത്ത് കാണപ്പെടുന്ന വടമല, ഇത് തെന്മല എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. അപ്പുറത്ത് വടമല എന്നുള്ള അതിലായിട്ടാണ് അറിയപ്പെടുന്നത്. അവിടെയാണ് മലമ്പുഴ ഭാഗവും അതേപോലെ തന്നെ മണ്ണാർക്കാടിൻ്റെ ഭാഗം മലനിരകളും സൈലന്റ് വാലി മലനിരകളും മറ്റുമൊക്കെ കാണപ്പെടുന്നത്. അപ്പോൾ സൈലന്റ് വാലി മലനിരകൾക്കും മലമ്പുഴ മലനിരകൾക്കും ഈ പറയുന്ന നെല്ലിയാമ്പതി മല അല്ലെങ്കിൽ ഈ തെന്മലയ്ക്കും വടമലയ്ക്കും ഇടയിലുള്ള സമതല പ്രദേശങ്ങൾ ഭ്രംശന പ്രക്രിയയിലൂടെ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ട് ഉള്ള ഇതായിരുന്നു. പക്ഷേ എന്നിട്ട് അതിൻ്റെ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ മാറി സമതല പ്രദേശങ്ങളിലോട്ട് മാറുകയും മലനിരകൾ നല്ല ഗ്രാനൈറ്റ് ശിലകളുള്ള മലനിരകൾ അവിടെ തന്നെ അവശേഷിക്കുകയും പിന്നെ വിവിധ പാറകളും മറ്റൊക്കെ നേരത്തെ ഒരു വോൾക്കാനിക് പ്രക്രിയയിലൂടെയാണ് അവിടെ ജിയോളജിക്കൽ ഒറിജിൻ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പറയാനും പറ്റിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് വിവിധ പാറകളും മറ്റുമൊക്കെ പ്രദേശത്തുള്ള മണ്ണൊക്കെ നീക്കം ചെയ്യപ്പെട്ടതിന് ശേഷം പിന്നീട് പാറകളും മറ്റുമൊക്കെ ഈ പ്രദേശങ്ങളിൽ വിന്യസിച്ച് കിടക്കുന്നുണ്ട്. അത് പിന്നെ അധിവാസ കേന്ദ്രങ്ങളായിട്ട് മാറി സമീപ പ്രദേശങ്ങളും മറ്റൊക്കെ നെൽകൃഷിയും മറ്റൊക്കെ വികസിക്കുന്ന സെറ്റിൽമെന്റ് സോണായിട്ട് മറ്റൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ പാലക്കാട് ചുരത്തിൻ്റെ നമ്മൾ സ്ഥിരാകേന്ദ്രമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രദേശങ്ങൾ. 32 കിലോമീറ്ററാണ് എൻ്റെത്. പിന്നെ അത് ഭാരതപ്പുഴയുടെ തീരം വരെയും തൃശ്ശൂരിൻ്റെ തീരം വരെയും മറ്റൊക്കെ അത് നീണ്ടു നിൽക്കുന്ന സമതല പ്രദേശങ്ങളായിട്ട് നീണ്ടു നിൽക്കുന്ന പ്രദേശങ്ങളാണ്. ഇവിടെ നിന്ന് ഈ കൊല്ലങ്കോട് ഭാഗത്ത് നിന്ന് ഒരു 8 കിലോമീറ്റർ ചെന്ന് കഴിഞ്ഞാൽ ഗോവിന്ദപുരമുണ്ട്. അത് കേരളത്തിൻ്റെ മറ്റേ അതിർത്തി ഭാഗമാണ്. അത് കഴിഞ്ഞാൽ ഇവിടെ നിന്നൊരു 30 കിലോമീറ്റർ അപ്പുറത്താണ് പൊള്ളാച്ചി ഭാഗങ്ങളും വരുന്നത്. അപ്പോൾ ആ പൊള്ളാച്ചി ഭാഗത്ത് നിന്ന് പിന്നെയും കുറച്ചുകൂടി കഴിഞ്ഞാലാണ് പഴനി മലനിരകൾ വരുന്നത്. അവിടെ നിന്ന് നമുക്ക് കൊടൈക്കനാലിലേക്കുള്ള റൂട്ടുണ്ട്. അതേപോലെ ഈ വീണ്ടും തെന്മലയിലേക്കും ആനമലയിലേക്കും മറ്റൊക്കെയുള്ള റൂട്ടുകളും മറ്റുമൊക്കെ ഉണ്ട്. മൽപ്പാറ തുടങ്ങിയുള്ള ഭാഗങ്ങളൊക്കെ ഈ പ്രദേശത്തിലൂടെ മറ്റുമൊക്കെയാണ്. അപ്പോൾ നേരത്തെയുള്ള ചേര കാലഘട്ടത്തിൽ നമ്മുടെ ചേരനാടിന്റെ പരിധി എന്ന് പറയുന്നത് ഇപ്പോഴുള്ള കേരളത്തിന്റെ ഈ ഗോവിന്ദപുരത്തിന് ഇപ്പുറമുള്ള ഇത് മാത്രമല്ല, അത് പഴനി വരെയും വ്യാപിച്ചിരുന്നു. പൊള്ളാച്ചിയുടെയും കോയമ്പത്തൂരിന്റെ ഈ ഭാഗങ്ങളായിട്ടുള്ള പഴനി വരെയും ചേരനാടിന്റെ ഭാഗങ്ങളായിരുന്നു എന്നുള്ളതിന്റെ കൊങ്ങുചേരന്മാർ എന്നുള്ളത് പേരിൽ പിന്നീട് ആണെന്നുണ്ടെങ്കിലും ആ പരിധിയും കൂട്ടിയിട്ട് ഈ പ്രദേശങ്ങളിലും മറ്റുമൊക്കെ വരുന്നുണ്ട്. അല്ലാതെ ഇപ്പൊ നമ്മൾ ഈ ഇതിന് ശേഷം, അതായത് ഭാഷാ അടിസ്ഥാനത്തിൽ ഇത് രൂപീകരിച്ചതിന് ശേഷമുള്ള ജോഗ്രഫിക്കൽ അതിർത്തിയല്ല. അവ അതിന് പിറകിലേക്ക് പോകുന്ന സമയത്ത് പഴയ ചേര കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ അതിന്റെ പരിധിയിൽ ഈ തമിഴ്നാടിന്റെ ഈ ഭാഗങ്ങൾ ഇതിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങൾ കൂട്ടിയിട്ട് വരുന്നുണ്ട്. അതിനുശേഷം സെറ്റിൽമെന്റിന്റെ തെളിവുകൾ ഈ പ്രദേശത്ത് 10,000 വർഷത്തിന് ഇപ്പുറമുള്ള കാലഘട്ടത്തിൽ. എന്തായിരുന്നു ഈ പാറയുടെ പേര് എന്ന് പറഞ്ഞാൽ? ഇത് ചാത്തിയോട് പാറ. ചാത്തിയോട് പാറ. ചെരുപ്പിട്ട് നടന്നൂടെ? അപ്പം ഈ കാണുന്നതാണ് ചാത്തിയോട് പാകാളിയമ്മൻ കോവില്. 2000 വർഷം മുമ്പുള്ള കാലഘട്ടങ്ങളിൽ നിലനിന്നിരുന്ന ആരാധനാ രീതിയാണ് ഈ തുറസായിട്ടുള്ള ദ്രവിഡിയൻ ആരാധനാ സങ്കല്പങ്ങളും മറ്റൊക്കെയാണ്. കേരളത്തിനകത്ത് സ്ട്രക്ചറൽ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മണിക്കൽ അധിഷ്ഠിതമായിട്ടുള്ള ക്ഷേത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതിൻ്റെ കാലഘട്ടം 8-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടമാണ്. അതിന് മുമ്പുള്ള കാലഘട്ടങ്ങളിലെ തന്നെ ദുർഗ, കൊറ്റവൈ തുടങ്ങിയിട്ടുള്ള ആരാധനാ രീതികളും മറ്റുമൊക്കെയാണ്. അപ്പോൾ ഭക്തർ തന്നെ ഈ പറയുന്ന ദുർഗയും ദേവതയും മറ്റുമൊക്കെ അങ്ങോട്ട് ആരാധിക്കുന്നു. അവർ തന്നെ അർപ്പിക്കുന്നുണ്ട്. അവരുടെ കന്നുകാലികളുടെയും കാർഷിക അഭിവൃദ്ധിക്കും മറ്റുമൊക്കെ ആയിട്ട് അവർ ആരാധന നടത്തുന്ന രീതിയും മറ്റുമൊക്കെയായിരുന്നു. അപ്പോൾ അത്തരത്തിൽ നിലനിൽക്കുന്ന ഇവിടെ ഇതുണ്ട്. ചെങ്ങഞ്ചേറ പേരാലുകളും മറ്റൊക്കെ നിലനിൽക്കുന്ന പ്രദേശങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇത് കരിങ്കല്ലിലായിട്ടുള്ള പ്രതീക്ഷകളും മറ്റുമൊക്കെയാണ്. ചില കാലഘട്ടങ്ങളിലും മറ്റൊക്കെ യുദ്ധത്തിനും മറ്റുമൊക്കെ പോകുന്ന സമയത്ത് കൊറ്റവൈ, ദുർഗ തുടങ്ങിയിട്ടുള്ള ദേവതകളുണ്ട്. അവയൊക്കെ ആരാധിക്കുന്നതിനെ കുറിച്ചിട്ട് സംഘകാല കൃതികളിലും മറ്റുമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെ ഈ ചാത്തിയോട് ചാത്തനാർ, ചാത്തി എന്നൊക്കെ പണ്ട് പറയണതിൽ ചില ജൈനിസ ബന്ധങ്ങളുണ്ട്, ബുദ്ധിസത്തിൻ്റെ ചില അംശങ്ങളും മറ്റുമൊക്കെ ഉണ്ട്, പ്രാചീന ദ്രവിഡിയൻ ആരാധനാ സങ്കല്പങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ അപ്പോൾ ഇതൊക്കെ ഇത്രയും വ്യത്യസ്തങ്ങളായിട്ടുള്ള ചരിത്ര വിശേഷങ്ങളാണ്. ഈ ചാത്തിയോട് പാറയുടെ മുകൾ ഭാഗത്ത് തന്നെ, ചാത്തിയോട് പാറ മാത്രമല്ല ഇതേപോലെയുള്ള ഒരു 10-15 സ്ഥലങ്ങളും വിവിധ പ്രദേശങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ഒരു പാറയുള്ളത് കൊണ്ട് മാത്രം അവയ്ക്കുടെ പുരാവസ്തു പ്രാധാന്യം ഉണ്ടാവുന്നില്ല. അവിടെ നിന്ന് എന്തൊക്കെ ചരിത്ര തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതിനാണ് പ്രാധാന്യം.
അപ്പോൾ ഈ പ്രദേശങ്ങളിൽ നിന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ പാലിയോലിത്തിക് ആയിട്ടുള്ള ഈ പിന്നെ മധ്യശിലായുഗത്തിലെ മെസോലിത്തിക് കാലഘട്ടത്തിലുള്ള മൈക്രോലിത്തുകൾ ഈ പാദപ്രദേശത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ നിരവധി പോസ്റ്റ് ഹോളുകൾ, അവിടെ സ്ഥാനങ്ങൾ, കൽസ്തുവ പൊഴികൾ, പ്രാചീന കാലത്തിലുള്ള അധിവാസ കേന്ദ്രത്തിൻ്റെയും അതേപോലെ ആരാധനാ കേന്ദ്രത്തിൻ്റെയും എന്ന് പറയുന്ന പോസ്റ്റ് ഹോളുകൾ ഈ ഭാഗത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 2000 വർഷം വരെ പഴക്കം പിറകിലേക്ക് പോകുന്ന ദുർഗ ആരാധന ഉള്ളതുണ്ട്. തൊട്ടിപ്പുറത്ത് തന്നെ ശിലാരേഖ ചിത്രങ്ങൾ, അവിടെ ഇതിപ്പോൾ കോൺക്രീറ്റ് ഇട്ടത് കാരണം ഇത് മാഞ്ഞു വരികയാണ്. അവിടെ കാളകളുടെയും ഹംസത്തിൻ്റെയും മറ്റു കരയനത്തിൻ്റെയും മറ്റൊക്കെയുള്ള ശിലാരേഖ ചിത്രങ്ങൾ ഈ ഭാഗത്തായിട്ട് ഉണ്ട്. അപ്പോൾ അത് മാത്രമല്ല, അതിൻ്റെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിൽ തന്നെയാണ് മുനികുണ്ടം കുളം എന്നുള്ളത്. അവിടെ തന്നെയാണ് വലിയ ശിവക്ഷേത്രത്തിൻ്റെ വരുന്നത്. അതിനകത്ത് തന്നെയാണ് 2000 വർഷം പഴക്കമുള്ള മുനീശ്വര പ്രതിഷ്ഠ. അവിടെ കാണപ്പെടുന്ന മുനിയുടെ പ്രതിമ ഈ 100 വർഷത്തിന് മുമ്പ് ഈ മണികുണ്ടം കുളം താഴ്ത്തുന്ന സമയത്ത് അവിടെ നിന്നാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഒരുപക്ഷെ അതിൻ്റെ ആദ്യത്തെ സ്ഥാനം ഈ ഈ ചാത്തിയോർപ്പാലയുടെ മുകൾ ഭാഗത്ത് ആവാനുള്ള സാധ്യതകളും ഉണ്ടാവുന്നുണ്ട്. പിന്നീടാണ് ആ ശിവക്ഷേത്രത്തിന് അകത്തായിട്ട് ആ പ്രതിഷ്ഠ സ്ഥാപിക്കുകയും മറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു 10000 വർഷത്തിന് ഇപ്പുറമുള്ള ചരിത്ര കാലഘട്ടമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ടുള്ള നിരവധി തെളിവുകൾ ഈ പ്രദേശങ്ങളിൽ, അതേപോലെ ഇതേപോലുള്ള നിരവധി പ്രദേശങ്ങളിൽ കാണാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് ചരിത്ര പ്രസക്തി. അവയൊക്കെ ഓരോന്നായിട്ട് എല്ലാം ഓരോ പ്രദേശങ്ങളിലേക്ക് തന്നെ നടന്നു ചെന്ന് ഗ്രാമാന്തരം നടന്നു ചെന്ന് ഈ പ്രദേശത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വിന്യസിച്ച് കിടക്കുന്ന നിരവധി പുരാവസ്തു തെളിവുകളെ ക്രോഡീകരിച്ചുകൊണ്ട് അപ്പം നമുക്ക് ഇത്തരത്തിലുള്ള വൈവിധ്യങ്ങളായിട്ടുള്ള തെളിവുകളുടെ വലിയൊരു ശേഖരങ്ങളും മറ്റുമൊക്കെ അത് കണ്ടെത്താൻ കഴിയുന്നുണ്ട്. അതിനെല്ലാം ഫോട്ടോഗ്രാഫികളും മറ്റുമൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്, ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് മൈസൂർ യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ എൻ്റെ PhD ഗവേഷണ പ്രബന്ധം ഡോക്ടർ ചൗഡിയ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത്. അവിടെ ഗവേഷണ പ്രബന്ധം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തും ഈ പറയുന്ന നമ്മുടെ എന്താ പറയുക, ഒരു പ്രദേശത്തിൽ നിന്നുള്ള 10000 വർഷത്തിനപ്പുറം നിന്ന് ഇപ്പുറം വരെയുള്ള എല്ലാ തെളിവുകളെയും ക്രോഡീകരിച്ചിട്ടുള്ള വിശകലനങ്ങൾ ഇതുണ്ട്. അതിനെ നമ്മൾ വളരെ വിപുലീകരിച്ചുകൊണ്ടാണ് ഈ ഇപ്പോഴത്തെ കേരളത്തിൻ്റെ ആധുനിക ചരിത്രം പാലക്കാടൻ ഭൂമിയിലിട്ട് എന്നുള്ള ബൃഹത്തായിട്ടുള്ളൊരു ഗ്രന്ഥം കൂടിയിട്ട് നമ്മൾ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ട് ഭക്തർ ദാനം ചെയ്തിട്ടില്ല, അത്രേ ഉള്ളൂ ഒരു ഇതാണ്. ഇവിടെ ഈ ദുർഗയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. പണ്ട് കാലത്തും മറ്റുമൊക്കെ ആൾക്കാർ നമ്മൾ ഈ പല രീതിയിലുള്ള തമിഴ്നാടിൻ്റെ ഭാഗത്തുനിന്നടക്കം ആൾക്കാർ വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പോവാറുണ്ട്. നേരത്തെയുള്ള താമസ സ്ഥലത്തിൻ്റെ ആൾക്കാരായിരുന്നു. അപ്പം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.